ഇവിടെ നമ്മുടെ നായകൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായി 90 വയസ്സുള്ള ഒരു കോടീശ്വരിയായിട്ടുള്ള ലേഡീനെ കല്യാണം കഴിക്കുന്നു. ആ സ്ത്രീ മരിച്ചാൽ സ്വത്തുക്കളെല്ലാം തനിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിൽ അവൻ എല്ലാ ദിവസവും എഴുന്നേറ്റ ഉടൻ തന്നെ ആ സ്ത്രീ ജീവനോടെ ഉണ്ടോ എന്നെല്ലാം നോക്കുന്നു. അവർ തട്ടിപ്പോയിട്ടില്ല എന്ന് കണ്ടാൽ അവൻ നേരെ തന്റെ ട്രോളിലെല്ലാം കയറി വീട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന ശേഷം യോഗ ട്രെയിനറിന്റെ അടുത്ത് യോഗയും പ്രാക്ടീസ് ചെയ്ത് രാവിലെ മുതൽ രാത്രി വരെ ബോഡി മസാജ് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് സ്വർഗതുല്യമായ ഒരു ലൈഫ് എല്ലാം ലീഡ് ചെയ്ത് നടക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ആ പ്രായമായ ലേഡി നായകന് ഒരു വാച്ച് ഗിഫ്റ്റായി കൊടുത്തതും നായകന്റെ കയ്യിൽ ആ സെയിം വാച്ച് ഉണ്ടായിട്ട് പോലും അവൻ അവരെ നിരാശപ്പെടുത്തണ്ട എന്ന് കരുതി ഈ ഗിഫ്റ്റ് എല്ലാം തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഈ സമയം ആ ലേഡി തനിക്കുള്ള ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചതും ഒരു കിടിലൻ സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ഒരു സ്പോർട്സ് കാർ മേടിക്കാനായി ഒരു ഷോറൂമിലേക്ക് പോകുന്നു. ഷോറൂമിൽ വെച്ച് ഒരു ചെറിയ പയ്യൻ ആ ലേഡിയുടെ അടുത്ത് കാറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കണ്ടതും അവർക്ക് അവന്റെ മേലെ ചെറിയൊരു ക്രഷ് എല്ലാം തോന്നുന്നു. ഇന്ന് വൈകുന്നേരം നായകൻ ഒരു ചുറ്റിക്കറങ്ങലെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നതും അവിടെ തനിക്ക് പകരം തന്റെ ഡ്രസ്സെല്ലാം ധരിച്ചുകൊണ്ട് ആ ഷോറൂമിലെ സെയിൽസ് പോയിരിക്കുന്നത് കണ്ട് നായകൻ ആ ലേഡിയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയ ശേഷം തനിക്ക് സ്വത്തിന്റെ പകുതി വേണമെന്ന് പറയുന്നു. എന്നാൽ ആ ലേഡി അവരുടെ മാരേജ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ താൻ നായകന് ഒരിക്കലും ഈ സ്വത്തിന്റെ അവകാശങ്ങളൊന്നും കിട്ടില്ല എന്ന രീതിയിൽ ഒരു ക്ലോസ് എല്ലാം എഴുതി ചേർത്ത കാര്യം പറഞ്ഞതും ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്കായ നായകന് തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്നു.